അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് വേദവചനം വായിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന പീരീഡിൽ ബെഥാനിയിലെ ലാസറിനെ മരിച്ച ലാസർ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉയർപ്പിച്ച ശേഷം, അതായത് ബെഥാനിയിലെ ലാസറിനെ മരിച്ചടക്കപ്പെട്ടു 4 ദിവസം കഴിഞ്ഞു ആ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതിനുശേഷം 11-ാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നു. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഈ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം 6 ദിവസം കഴിഞ്ഞപ്പോൾ ലാസറും കുടുംബവും യേശുവിനും കൂട്ടർക്കും ഒരു വിരുന്ന് നൽകിയ സന്ദർഭമാണ്. അതിനുശേഷം ഒരു ദിവസം കൂടെ കഴിഞ്ഞ സമയത്ത് ആ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യമാണ് പെരുന്നാളിന് നമസ്കരിപ്പാൻ യവനായ ദേശത്തിൽ നിന്ന് ചിലർ വന്ന് അവർക്ക് ഫിലിപ്പോസിനോട് പറഞ്ഞു, അവർ യേശുവിനെ ഞങ്ങൾക്ക് കാണണം. ഫിലിപ്പോസ് വന്ന് അന്ത്രയോസിനെ കൂടെ കൂട്ടി യേശുവിൻ്റെ അടിയിൽ ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അങ്ങനെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ അധിക ഫലം കായ്ക്കും എന്ന് യോഗദശേഷം 12:24 ഈ വിഷയം പറഞ്ഞിട്ട് 28-ാം വാക്യത്തിലാണ് കർത്താവാകുന്ന ദൈവം, പിതാവേ, നിന്റെ പേരിനെ മഹത്വപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്ന സന്ദർഭം. ചില സഹോദരങ്ങൾ, ചിലർന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ, മുൻകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത് ഭൂമിയിൽ പുത്രൻ എന്ന നിലയിലിരിക്കുന്ന കർത്താവ് ദൈവവും, അപ്പോൾ തന്നെ സ്വർഗത്തിൽ പിതാവ് എന്ന നിലയിൽ ഇരിക്കുന്ന ദൈവം. അപ്പോൾ പിതാവ് എന്ന നിലയിൽ ഒരു ദൈവം, ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്. പുത്രൻ എന്ന നിലയിൽ വേറൊരു വ്യക്തി ഭൂമിയിൽ ഇരിപ്പുണ്ട്. ഇതാകുന്നു ഞാൻ ജനിച്ചു വളർന്ന കാലയളവ് മുതൽ കേട്ടതും പിന്നെ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം കേട്ടതും. ഞാൻ തൃത്വ കൂട്ടായ്മയിൽ, അതായത് തൃത്വ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ഇരുന്ന കാലയളവിലെല്ലാം പഠിച്ചതും കേട്ടതും എല്ലാം ഇത് തന്നെയാണ്. ഇതിനെല്ലാം വിപരീതമായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ഉപവസിച്ചപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം ദൈവം എന്നെ ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് മറ്റതെല്ലാം മാനുഷികമായ പഠനമാണ്. എൻ്റെ ജനനനാൾ മുതൽ ഞാനായിരുന്ന സമുദായ സംഘടനയിലും അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് അന്ന് ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരില്ലാതെ സ്നാനപ്പെട്ട പീരീഡിൽ ഉണ്ടായിരുന്ന പെന്തക്കോസ്ത് കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ നിന്നെല്ലാം കേട്ടത് 3 വ്യക്തിത്വത്തെക്കുറിച്ചും 3 ആളത്വത്തെക്കുറിച്ചൊക്കെയാണ്. ഒരു സാധാരണ മനുഷ്യന്
ഒരു സാധാരണ മനുഷ്യനെന്ന് ഞാൻ പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കാത്ത, തിരുവെഴുത്ത് വെളിപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഈ 3 വ്യക്തിയെയും കാണാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു. അത് സാധാരണ പഠിത്തമാണ്. അതായത് ഇതര കത്തോലിക്ക, മർത്തോമ, CSI, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം, ബ്രദറൻ, ലൂതർ മിഷൻ, ബ്രദറന്മാർ, പിന്നെ പെന്തക്കോസ്തുകാർ, ഇവിടെ വരെയുള്ള പഠിപ്പീരിലും പഠനത്തിലും ഇത്ര മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ദൈവമാണ് നമ്മളെ നടത്തേണ്ടത്. ഇതുവരെ മാനുഷിക പഠനങ്ങളാണ്, മാനുഷികമായ അറിവുകളാണ്. ഹല്ലേലൂയ. ഈ കൂട്ടായ്മ വരെ, ഞാൻ പറഞ്ഞ ഈ കൂട്ടായ്മ വരെയുള്ള പഠിപ്പീര് എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ നിന്നും പഠിച്ചതും മറ്റുള്ളവർ പഠിപ്പിച്ചതും, ഹല്ലേലൂയ, മാനുഷിക സിനുഗോഗുകളും മാനുഷിക സിനുഗോഗുകളിൽ നിന്ന് ലഭിച്ചതുമായ ചില നിഗമനങ്ങളും ചിന്തകളും മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അവരിലത് തൃപ്തരാണ്. ഈ വിഷയത്തിൽ അവർ തൃപ്തരാണ്. അവരിലത് അവരിൽ പലരും പണ്ഡിതന്മാരുമാണ്. അവർ പറയുന്നു, ഞങ്ങൾ അത്രയും പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്, ഇത്രയും പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബൈബിളുകൾ വായിച്ചിട്ടുണ്ട്, പലതും താരതമ്യം ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ പറയുന്നുണ്ട്. അതൊന്നും തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതല്ല, അവരുടെ കണക്ക് പ്രകാരം 100% ശരിയായിരിക്കുന്നുണ്ട്, അവർക്കത് ശരിയാണ്. എൻ്റെ അഭിപ്രായം, അത് പഠിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവോട് പറയണം, കർത്താവെ, ഞാൻ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. മറ്റു പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴല്ലേ എനിക്ക് ഇത്രയൊക്കെയാണ് മനസ്സിലാകുന്നത്. ഞാൻ ഈ അറിഞ്ഞ അറിവിൽ അധികമായിട്ട് ഈ തിരുവെഴുത്തിൽ ഞാൻ അറിയേണ്ടുന്ന സത്യമുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ പൊരുൾ തിരിച്ചു തരണമേ. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 24-ാം അധ്യായത്തിൽ കർത്താവ് സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതിനെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു, ഹൃദയം തുറന്നു, ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. ഇത് നടക്കണം. കർത്താവ് നമ്മളിൽ പ്രസന്നനായിട്ട് നമുക്ക് ന്യായപ്രമാണ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ ഏതൊരു വ്യക്തിക്ക് ലഭിക്കുന്നുവോ ആ വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ സത്യം വെളിപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാനുഷികമായ പഠനങ്ങൾ കൊണ്ടും മാനുഷികമായ നിഗമനങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ തിരുവെഴുത്തിൻ്റെ ദൈവഹിതപ്രകാരമുള്ള അറിവ് പ്രാപിപ്പാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ കാരണം നമ്മുടെ പരിമിതിയാണ്. എന്താണ് പരിമിതി? നമ്മൾ പാപത്തിൽ ജനിച്ചിരിക്കുന്നു. സ്തോത്രം. തല മുതൽ പാദം വരെ നമ്മൾ ജനനം സംബന്ധിച്ച് സാത്താൻ്റെ പുത്രനായിട്ടാണ്, പാപത്തിൻ്റെ പുത്രന്മാരായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാനുഷിക നിഗമനങ്ങളും മാനുഷിക ചിന്താഗതികളും മാനുഷിക പഠനങ്ങളും പഠിപ്പീരുകളും യേശുക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അറിയുവാൻ നമുക്ക് പരിമിതികളുണ്ടാകും. എന്നാൽ എൻ്റെ പ്രിയരെ, ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് നമ്മളുടെ ബുദ്ധിയും പഠിത്തവും പാണ്ഡിത്യവും ഒക്കെ അങ്ങോട്ട് ഒഴിഞ്ഞു വെച്ച് യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കണം. ഇതാണ് നമ്മുടെ സഹോദരനായ പൗലോസ്
ദമസ്കോസിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഇതാണ്. എന്താണ്? അവൻ്റെ പഠിത്തവും പാണ്ഡിത്യവും അവൻ്റെ ഡിഗ്രിയും ഡോക്ടറേറ്റും ഒക്കെ കർത്താവാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒഴിഞ്ഞു വെച്ചിട്ട് അവൻ ആമേൻ അറബി ദേശത്ത് പോയി. സ്തോത്രം. 3 വർഷം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടിയിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചു. അതുകൊണ്ട് അവൻ്റെ ലേഖനങ്ങളിൽ പലയിടത്തും എഴുതിയിരിക്കുന്ന വിഷയം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്കായി ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മേശയുള്ള വചനങ്ങളുടെ മുമ്പിൽ അവൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാണ് ദൈവജനത്തിന് വിളമ്പിയിരുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്നും പുതിയ ആയിട്ട് അവന് ലഭിച്ച, യേശു ക്രിസ്തുവിൽ നിന്നും ലഭിച്ച അറിവുകൾ അവൻ ദൈവസന്നിധിയിൽ ദൈവജനത്തെ പഠിപ്പിക്കുകയും ലേഖനങ്ങളിലൂടെ നമ്മയും പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇന്നും പൗലോസ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പൗലോസ് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടിട്ട് 1800 വർഷത്തിൽ കൂടുതലായിട്ട്, 900 വർഷത്തോളം ആയിട്ടും ഇന്നും പൗലോസ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, മാനുഷിക തലത്തിലുള്ള പഠനമുണ്ട്, ദൈവത്താൽ നമുക്ക് ലഭിക്കുന്ന അറിവുകളുണ്ട്. മാനുഷിക പഠനങ്ങൾക്ക് പരിമിതികളുള്ളപ്പോൾ ദൈവിക അറിവ് ദൈവം നമുക്ക് പകരുന്നത് വ്യക്തിപരമായിട്ടാണ്. ആ അറിവിന് പരിമിതികളില്ല. ദൈവം എപ്പോഴും ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ദൈവം അപ്പോസ്തലന്മാർ മുഖാന്തരം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കർത്താവാകുന്ന ദൈവത്തിൻ്റെ സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടിരിക്കുന്നതും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിലാണ്. മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവാകുന്ന ദൈവം നമുക്ക് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. എനിക്കങ്ങനെ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, മാനുഷിക തലത്തിൽ നിങ്ങൾക്ക് പരിമിതികൾ ഏറെ ഉള്ളപ്പോൾ, നിങ്ങളുടെ പല സംശയങ്ങൾക്കും മനുഷ്യനെന്ന നിലയിൽ പലർക്കും അത് മനസ്സിലാക്കി തരുവാൻ കഴിയാതിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവം മുമ്പാകെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ഒരു ദിവസം പോയിരിക്കുകയല്ല, ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ വേർപെട്ടിരുന്ന് ഈ വിഷയങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ സർവശക്തൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പും ദൈവം നിങ്ങൾക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. അപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൻ്റെ വെളിപ്പാട് ഗ്രഹിക്കാൻ കഴിയും. മാനുഷ്യ തലത്തിൽ പരിമിതികളുണ്ട്, ദൈവത്തിന് യാതൊരു പരിമിതികളുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിക്കുക. മാനുഷിക അറിവ് അതുകൊണ്ട് വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും മാനുഷിക അറിവ് സമ്പാദിച്ചു കൊള്ളുക. പക്ഷേ കർത്താവിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് കർത്താവിൽ നിന്ന് തന്നെ പ്രാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് വരെയും ഞാൻ പിതാവിനെയും പുത്രനെയും 2 വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ദൈവം എൻ്റെ ഹൃദയം തുറന്നു, ദൈവം എന്നോട് ദൈവം എന്നെ വ്യക്തിപരമായി പഠിപ്പിച്ചപ്പോൾ എനിക്ക് ആ രഹസ്യം വെളിപ്പെട്ടു. എന്താണ് രഹസ്യം? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ തന്നെ ഇരിക്കുന്ന മനുഷ്യപുത്രൻ. ഒരേ സമയം തന്നെ യേശുവിന് സ്വർഗത്തിലും ഭൂമിയിലും ഇരിക്കാൻ കഴിയും. യേശു എന്ന നിലയിൽ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിനെ അത് കഴിയത്തുള്ളൂ, വേറെ ആർക്കും കഴിയത്തില്ല. ഇത് എനിക്ക് വെളിപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പിതാവും പുത്രനും 2 വ്യക്തിയല്ല, പിതാവും പുത്രനും ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയുടെ 2 തലത്തിലുള്ള പ്രവർത്തനമാണ്. ഇത് ദൈവത്തിന് കഴിയും, മനുഷ്യന് കഴിയില്ല. ഇത് ദൈവത്തിന് കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയം തുറക്കണം. ഹൃദയം തുറക്കാതെ ദൈവം നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പ്രകാശനം നൽകാതെ നമ്മൾ ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകില്ല, നിങ്ങൾ വിശ്വസിക്കുകയില്ല.
നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ തിരുവചനത്തിൽ ദൈവദാസനായ പൗലോസ് 1 കൊരിന്ത്യയിൽ 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, ഞാനും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. യേശു പറയുകയാണ്, പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെ പേരെന്താണെന്ന് പലർക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ പ്രാപിച്ച് നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധനായ പിതാവിൻ്റെ പേരിലാണ് പുത്രനെ അയച്ചത്. പിതാവിൻ്റെ പേര് യഹോവ എന്നല്ല, പിതാവിൻ്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവ എന്ന് വെളിപ്പെട്ടത് യേശു അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. യഹോവ എന്ന് മോശയ്ക്ക് വെളിപ്പെട്ടത് യേശു അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. മോശയ്ക്ക് യഹോവ എന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പേ ആദ്യ മനുഷ്യനെ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ദൂതന്മാർ പാപം ചെയ്യുന്നതിന് മുമ്പേ, ദൈവം ദൂതന്മാരെയും സ്വർഗത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ ദൈവം എന്നുണ്ടോ അന്നു മുതൽ ദൈവത്തിൻ്റെ പേരാണ് യേശു എന്ന പേര്. ഹല്ലേലൂയ. ഇനിയിപ്പം അധികം ജ്ഞാനം മൂർത്തിട്ട് യേശുവിനാരാ പേരിട്ടെന്ന് എന്നോട് ചോദിക്കരുത്. മറഞ്ഞിരിക്കുന്നതൊക്കെ കർത്താവിൻ്റെ ഉള്ളതാണ്. കർത്താവാകുന്ന ദൈവം ആ പേരെങ്ങനെ ഉണ്ടായി എന്ന് ഇതുവരെയും മനുഷ്യന് തിരുവഴുത്തിലൂടെയോ അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള ചിന്തയിലോ മണ്ണുന്നതിൻ്റെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരരുത്. കാരണം ദൈവം മറച്ചു വച്ചിരിക്കുന്ന കാര്യം അത് ദൈവത്തിൻ്റെ രഹസ്യമാണ്. നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് സമയമായില്ല. അതുകൊണ്ട് സമയമാകുന്നത് വരെയും ദൈവത്തെ ഭയത്തോടെ സേവിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവസന്നിധിയിൽ താണിരിക്കുക. സമയമാകുമ്പോൾ അത് ദൈവം നിനക്ക് മനസ്സിലാക്കി തരും. അപ്പം ദൈവം എന്നുണ്ടോ അന്നു മുതൽ ദൈവത്തിൻ്റെ പേരാണ് യേശു എന്ന പേര്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവാകുന്ന ദൈവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല. 17:11 ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ശിഷ്യന്മാരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്നിട്ട് പറയാണ്, പരിശുദ്ധ പിതാവേ, അവർ ശിഷ്യന്മാർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ അവരെ കാത്തുകൊള്ളണം. അപ്പം ചിലരും പറയുന്നു നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് ഭാര്യ ഭർത്താവ് ആശയത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ പിതാവും പുത്രനും ഒന്ന രണ്ട് വ്യക്തി ആശയത്തിൽ ഒന്നായിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ വ്യാഖ്യാനം. കർത്താവാകുന്ന ദൈവം അങ്ങനെ വ്യാഖ്യാനിച്ചോ ഇല്ലയോ എന്ന് ഈ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടത് നീ, വിഷയത്തിലേക്ക് വരിക, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ. ഇപ്പം ഏത് വിഷയത്തിലാണ് ഒന്നായിരിക്കുന്നത്? പേരെന്ന വിഷയത്തില, അല്ലെ ആശയത്തിലല്ല, പേരെന്ന വിഷയത്തിലാണ് ഒന്നായിരിക്കുന്നത്. സ്തോത്രം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് യേശു എന്ന പേരിലാണ്. ഹല്ലേലൂയ. അപ്പം സ്വർഗത്തിലിരിക്കുന്ന പിതാവിൻ്റെ പേരും ഭൂമിയിലിരിക്കുന്ന പുത്രൻ്റെ പേരും ഒരു പേരാണ്. അതുകൊണ്ടാണ് ഇതും എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിനറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പറയുമ്പോൾ, ആവർത്തനമാണെങ്കിലും ദൈവജനം കേട്ടാട്ടെ. ഹല്ലേലൂയ. ഈ മീഡിയയിലൂടെ ദൈവവചനം പ്രസംഗിക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം യേശു ക്രിസ്തുവിൻ്റെ പേര് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. മാത്രമല്ല തൃത്വമില്ല, ത്രിയേകനുമില്ല, ഏക ദൈവമേ ഉള്ളൂ എന്ന് ദൈവജനത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആകയാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ആവർത്തിച്ച് മതിയാവും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ കേട്ടാട്ടെ. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇവിടെ ആശയത്തിലല്ല ഒന്നായിരിക്കുന്നത്, പേരിലാണ്. കർത്താവ് അതെടുത്തു പറയുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ. അപ്പം യഹോവ എന്നല്ല, യേശു എന്നാണ് ആ പേര് പറയുന്നത്. കാരണം പുത്രൻ്റെ പേര് യഹോവ എന്നല്ല. ജനിച്ച കുഞ്ഞിന് മറിയവും ഗബ്രിയേൽ ദൂതൻ്റെ ആലോചന പ്രകാരം മറിയവും യോസഫും യഹോവ എന്നല്ല പേരിട്ടത്, യേശു എന്നാണ് പേരിട്ടത്. അതുകൊണ്ട് ഹോരേബിൽ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എൻ്റെ പേരെന്ന് മോശയോട് പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നോ, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതാരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ. പക്ഷേ കർത്താവ് മോശയ്ക്ക് യഹോവ എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പേ ദൈവത്തിന് യേശു എന്ന് പേരുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ.
പിതാവായ ദൈവം അല്ലെങ്കിൽ ദൈവം എന്നുണ്ടോ അന്നു മുതൽ ദൈവത്തിന് യേശു എന്ന പേരുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ മുൻകാലങ്ങളിലേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം എന്ന നിലയിൽ ദൈവം എന്ന നിലയിൽ ദൈവം പിതാവല്ല, ദൈവം പുത്രനല്ല, ദൈവം കാര്യസ്ഥനല്ല. ദൈവം ദൈവമാണ്. ദൈവം എന്ന നിലയിൽ ദൈവം ദൈവമാണ്. ആ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതിന്, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന തൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതിന് ദൈവം പിതാവായി. അങ്ങനെ തിരുവെഴുത്തിൻ പ്രകാരം നമുക്ക് പിതാവായ ദൈവത്തെ കാണുന്നുണ്ട്. അതേ ദൈവം തന്നാണ് നമ്മെ രക്ഷിക്കേണ്ടതിന് നമ്മെ പോലൊരുവനായി, നമ്മുടെ സ്ഥാനാധിപതിയായി. പുത്രൻ നമ്മളാണ്, നമ്മെ രക്ഷിക്കണം. പുത്രനെ രക്ഷിക്കേണ്ടതിന് ദൈവം പുത്രനായി, അതായത് സ്ഥാനാധിപതിയായി. അതുകൊണ്ട് പുത്രനായതുകൊണ്ട് കർത്താവാകുന്ന ദൈവം പുത്രനല്ല. പിന്നെ ആരാണ് ദൈവം? ദൈവം ദൈവമാണ്. ദൈവം എന്ന പദവി ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല. ആ ദൈവം എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ദൈവം പിതാവാകുന്നത്, അതേ ദൈവം പുത്രനാകുന്നത്, അതേ ദൈവം കാര്യസ്ഥനായി നമ്മുടെ ഇടയിൽ നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എന്ന നിലയിൽ കർത്താവിന് ഒരു സ്ഥാനമാറ്റവും വന്നിട്ടില്ല. എന്നാൽ എന്താണ് കർത്താവ് ചെയ്യുന്നത്? കർത്താവ്, ഞാൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞതുപോലെ, പിതാവെന്ന ഉദ്ദേശം, ദൈവം എന്തിനാണോ പിതാവായി തീർന്നത് ആ ഉദ്ദേശപൂർത്തീകരണത്തിനായിട്ട് ദൈവം പിതാവായി. അതേ ദൈവം നമ്മെ രക്ഷിക്കേണ്ടതിന് നമ്മളിൽ ഒരുവനെ പോലായി. നമ്മൾ ആരാണ്? പുത്രൻ. നമ്മളാരാണ്? പുത്രൻ. പുത്രനെ രക്ഷിക്കേണ്ടതിന് പുത്രനായി. അതുകൊണ്ട് ദൈവം പുത്രനാണോ? ഒരിക്കലുമല്ല. ദൈവം ദൈവമാണ്. ദൈവം പിതാവാണോ? ദൈവം പിതാവല്ല. ദൈവം ആരാണ്? ദൈവം ദൈവമാണ്. ദൈവം പിതാവായിരിക്കുമ്പോഴും ദൈവം ദൈവമാണ്. ദൈവം പുത്രനായിരിക്കുമ്പോഴും ദൈവം ദൈവമാണ്. അതേ ദൈവം നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് ഈ ഭൂമിയിൽ ആരായിരിക്കുന്നു? ഇപ്പോഴാരായിരിക്കുന്നു? കാര്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നു. ഈ കാര്യസ്ഥനായിട്ട് പ്രവർത്തിക്കുമ്പോഴും ദൈവം കാര്യസ്ഥനാണോ? അല്ല. പിന്നെ ആരാണ് ദൈവം? ദൈവം ദൈവമാണ്. ആ ദൈവം ആത്മാവാകുന്നു, ദൈവം ദൈവമാകുന്നു. ആത്മാവായ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി കർത്താവായി തീർന്നു, നമുക്ക് വേണ്ടി പിതാവായി തീർന്നു, നമുക്ക് വേണ്ടി കാര്യസ്ഥനായി നമ്മുടെ ഇടയിൽ ഇരിക്കുന്നു. ഇതുകൊണ്ട് ദൈവത്തെ മൂന്നാളായും 3 വ്യക്തിയായും നമ്മൾ അതേ വിശ്വസിക്കുന്നുള്ളൂ, അതേ നമ്മൾക്ക് വിശ്വസിക്കാൻ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞാൽ, സഹോദര, തൻ്റെ വിശ്വാസം നിമിത്തം തങ്ങൾ ഇപ്പോഴും പാപത്തിൻ്റെ കീഴിലിരിക്കുകയാണ്. കർത്താവ് പാപിയെ ചേർക്കാൻ വരുന്നില്ല. നമ്മുടെ സഹോദരനായ യാക്കോബ്, യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് യോസഫിനുണ്ടായ ഒരു കുഞ്ഞാണ് ഈ യാക്കോബ് എന്ന് പറയുന്ന നമുക്ക് ലേഖനം എഴുതിയ വ്യക്തി. അതിൽ 2:14 പറഞ്ഞു കേട്ടോ, നിങ്ങൾ എഴുതിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സാത്താനും വിശ്വസിക്കുന്നത് എന്താണ്? ദൈവം ഏകനെന്നാണ്. പക്ഷേ നമുക്ക് ചിലർക്ക് ദൈവം ഏകനെന്ന് വെളിപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ കുറ്റക്കാരൻ ദൈവമല്ല, പിശാചുമല്ല. പിന്നെ ആരാണ്? ഒന്നുകിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പം, രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ കുഴപ്പം. ഹല്ലേലൂയ. നമ്മൾ ഇത് 2 ചിന്തകളും മാറ്റണം. നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന പഠിത്തവും മാറ്റണം നമ്മളിൽ നിന്ന്. നമ്മുടെ അറിവും, നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന അറിവും നമ്മളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമേൽ വീഴണം. എന്നിട്ട് കർത്താവിനോട് നിലവിളിക്കണം. ദൈവമേ, അപ്പോസ്തലന്മാരുടെ ഹൃദയം തുറന്നതുപോലെ, പൗലോസിൻ്റെ ഹൃദയം തുറന്നതുപോലെ എൻ്റെ ഹൃദയവും തുറക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാനും ദൈവമേ അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് ലഭിക്കേണ്ടതിനുമായി എൻ്റെ ഹൃദയം തുറക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുക. അപ്പോൾ നമുക്ക് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നമ്മൾക്ക് വെളിപ്പാടുകൾ തരും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ സംശയം മാറും. ഈ ഭൂമിയിലുള്ള മനുഷ്യർ
ഞാൻ ഉൾപ്പെടെ എനിക്ക് ദൈവം പകർന്നു നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് അവരത് വിശ്വസിക്കുന്നു. കാരണം അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ടാണ് അവരത് വിശ്വസിക്കുന്നത്. മുൻകാലങ്ങളിൽ അവർ എന്നെ പോലെ ആയിരുന്നു, നിങ്ങളെ പോലെ ആയിരുന്നു. എന്നെ കേൾക്കുന്ന തൃത്വവിശ്വാസിയെ സഹോദര, നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ആമേൻ. മുൻകാലങ്ങളിൽ നിങ്ങളെ പോലെ ആയിരുന്നു ഞാനും എൻ്റെ സഹോദരങ്ങളും. പക്ഷെ അന്ന് ഇതേ ഞങ്ങൾ ഇന്ന് പറയുന്നത് പോലെ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടാൽ ഞങ്ങൾക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റുകയില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ലഭിച്ചിരുന്ന അറിവ് ഈ കേൾക്കുന്നതിന് നേരെ ഘടകവിരുദ്ധമായിരുന്നു. പക്ഷെ ഇത് പല പ്രാവശ്യം കേട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്നു. കർത്താവാകുന്ന ദൈവമേ, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കേൾക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതും ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതും ഇതിന് നേരെ ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് മാനുഷികമായ ഈ രണ്ട് പഠനവും ഞങ്ങൾക്ക് വേണ്ട. ദൈവമേ, ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ തിരുവിടത്തിലൂടെ എൻ്റെ ഹൃദയത്തിൽ അപ്പോസ്തലന്മാർക്ക് അങ്ങ് ഹൃദയം തുറന്നതുപോലെ, പൗലോസിന് അങ്ങ് ഹൃദയം തുറന്നതുപോലെ, കർത്താവേ, എൻ്റെ ഹൃദയവും തുറന്നു തരണമേ. എൻ്റെ ജീവിതത്തിൽ സത്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് തരണമേ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് പകരണമേ. പൗലോസിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പകർന്നതുപോലെ, പിതാവേ, പത്രോസിനും യോഹന്നാനും ശേഷമുള്ള അപ്പോസ്തലന്മാർക്കും അങ്ങ് സ്തോത്രം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പകർന്നതുപോലെ അടിയന് പകരണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുക ദൈവജനമേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആമേൻ, സ്തോത്രം, ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ. ആ പേരാണ് യേശു. സ്തോത്രം. ഭൂമിയിൽ മനുഷ്യനായിട്ട്, ആമേൻ, സ്തോത്രം, ദൈവം മനുഷ്യനായി തീർന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ വെളിപ്പാട് ലഭിച്ച പൗലോസ് പറയാണ്, വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സദൃശ്യത്തിലായി. ഇത് രണ്ടും ഒന്നാണ്. അവൻ വേഷം ധരിച്ചതാണ്, സാദൃശ്യം സ്വീകരിച്ചാണ്. അല്ലാതെ കർത്താവായ യേശു പൂർണ്ണ മനുഷ്യനായിരുന്നില്ല. കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു, നമ്മെ പോലെ ജനിക്കണമായിരുന്നു. കർത്താവ് പൂർണ്ണ മനുഷ്യനല്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് എങ്ങനെയായിരുന്നു? വേഷത്തിൽ മനുഷ്യനായി, സദൃശ്യത്തിലായി. അപ്പം കർത്താവാകുന്ന ദൈവം വേഷം ധരിച്ചു, സാദൃശ്യം സ്വീകരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെയെല്ലാം രക്ഷിക്കേണ്ടതിന് വേണ്ടി കർത്താവ് സ്വീകരിച്ച, ആമേൻ, കർത്താവ് ആയിത്തീർന്നത് ഇങ്ങനെയാണ്. കർത്താവ് ആയതാണ്. സ്തോത്രം. മനുഷ്യനായതാണ്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കർത്താവ് ഇതെല്ലാം ആയതാണ്. കർത്താവിൽ ഇതില്ലായിരുന്നു. അപ്പം മനുഷ്യനായി തീർന്നതിന് ശേഷം മറിയോ യോസഫും കൂടെ അവൻ യേശു എന്ന് പേരിട്ടു. ആ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തപ്പോൾ യേശു അഭിഷക്തനായി. അഭിഷക്തനായതുകൊണ്ട് യേശുവിൻ്റെ പേരെന്തായി തീർന്നു? യേശു ക്രിസ്തുവായി. ഹല്ലേലൂയ. കർത്താവാകുന്ന ദൈവം, ആമേൻ, യേശു ക്രിസ്തു ആയത് എങ്ങനെയാണ്? യേശു എന്ന മനുഷ്യനെ, സ്തോത്രം, വേഷത്തിൽ മനുഷ്യനായ ഈ മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്തു. ദൈവം ആരെയാണ് അഭിഷേകം ചെയ്തത്? മനുഷ്യനെയാണ് അഭിഷേകം ചെയ്തത്. ആരാണ് ഈ മനുഷ്യനായത്? ദൈവമാണെന്നേ ഉള്ളൂ. ദൈവമാണ് മനുഷ്യനായത്. പക്ഷെ മനുഷ്യനെയാണ് ദൈവം അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവാകുന്ന ദൈവത്തിൽ നിന്നാണ് ഈ വെളിപ്പാട് ലഭിക്കുന്നത്. മനുഷ്യനായ യേശുവിനെയാണ് ദൈവം അഭിഷേകം ചെയ്തത്. അപ്പൊ ഈ മനുഷ്യനായത് എങ്ങനെയാണ്? വേഷത്തിലാണ്, സദൃശ്യത്തിലാണ്. ഹല്ലേലൂയ. നമ്മെ പോലെയല്ല മനുഷ്യനായത്. വേഷവും സദൃശ്യവും ധരിച്ചുകൊണ്ട്, അതായത് മനുഷ്യന്റെ വേഷവും മനുഷ്യന്റെ സാദൃശ്യവും ധരിച്ചുകൊണ്ട് ഇരുന്ന ആ മനുഷ്യനെ ദൈവം, അവനെ പ്രസവിച്ച മറിയവും അവൻ്റെ വളർത്തപ്പനായ യോസഫും കൂടെ ചേർന്ന് രണ്ട് സാക്ഷിമൊഴികളുടെ വാമൊഴിയിൽ ഏത് കാര്യം ഉറപ്പാകുന്ന തിരുവെഴുത്തും പ്രകാരം അവർ ആ കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു. ഈ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. അതായത് മനുഷ്യനെയാണ് ദൈവം അഭിഷേകം ചെയ്തത്. മനുഷ്യൻ എന്ന യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ ആമേൻ, എന്ത് സംഭവിച്ചു? ഈ മനുഷ്യനായ യേശു
ദൈവം അഭിഷേകം ചെയ്തപ്പോൾ അഭിഷക്തനായി. അങ്ങനെ യേശു ക്രിസ്തുവായി. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തു ആയ ആ ശരീരത്തിലാണ് നമ്മുടെ എല്ലാ പാവം വഹിച്ചത്. ഇതിനു വേണ്ടിയാണ് ദൈവം ചെയ്തത്. ഈ ശരീരത്തിൽ യേശു എന്ന് പേരിട്ടതും ഈ ശരീരത്തെ അഭിഷേകം ചെയ്ത് എന്തിനു വേണ്ടിയാ? നമ്മുടെ എല്ലാം പാവം വഹിക്കുവാൻ. സ്തോത്രം. സക്രിയ പ്രവചനത്തിൽ 4-ാമത്തെ വാക്യമുണ്ട്, സൈന്യത്താലും ശക്തിയാലും അല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. അത് സൈന്യം ശക്തി എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗത്തെ കാണിക്കുന്നു. എൻ്റെ ആത്മാവിലാൽ എന്ന് പറയുന്നത് അത് കൃപായുഗത്തെ കാണിക്കുന്നു. ദൈവം ഈ കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മുടെ ആയുധങ്ങൾ ജഡികമല്ല. ജഡിക ആയുധങ്ങളല്ല ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല ജഡിക ആയുധങ്ങൾ? കാരണം ഇത് ആത്മാവിൻ്റെ കാലമാണ്, ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മളുടെ വീണ്ടും ജനം സംഭവിക്കുക എന്താ ചെയ്യുന്നത്? ദൈവം ആത്മാവാകുന്നു. ഈ ആത്മാവാകുന്ന ദൈവത്താലാണ് നമ്മൾ ജനിക്കുന്നത്. എപ്പോഴാണ് ജനിക്കുന്നത്? നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മളുടെ പാവങ്ങളുടെ മോചനത്തിനായി പത്രോസിന്റെ ഉപദേശപ്രകാരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപകൻ നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ, യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് നമ്മൾ ജലാശയത്തിൽ മുക്കുമ്പോൾ, തിരുവെടുത്ത് പറയുന്നു അപ്പോസ്തലപ്രവൃത്തി 2:38, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ എന്നാൽ എന്നുള്ളത് നിങ്ങൾ അടിവരയിടണം പ്രിയരെ. എന്നാലേ പരിശുദ്ധാത്മാവെന്ന ദാനം വരത്തുള്ളൂ. എന്നാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സ്നാപകൻ നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ പത്രോസിന്റെ ഉപദേശപ്രകാരവും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നുള്ള യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരവും ഞാൻ നിങ്ങളെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ജലാശയത്തിലേക്ക് മുക്കുമ്പോൾ, അങ്ങനെ ചെയ്താലേ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുള്ളൂ എന്നാണ് ആ എന്നാൽ എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാതെ സ്നാനപ്പെടുത്തിയാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കത്തില്ല. ആരാണ് പരിശുദ്ധാത്മാവ്? യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? സ്നാപകൻ യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് എന്നെയോ നിങ്ങളെയോ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പദവി എന്ന് പറയുന്നത്, കർത്താവാകുന്ന യേശുവിന്റെ നാമം നിമിത്തം, യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം എനിക്ക് പാപമോചനം ലഭിക്കുന്നു. ഒന്നാമത് ലഭിക്കുന്ന എനിക്ക് പാപമോചനമാണ്. ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് പാപമോചനം ലഭിച്ചാലേ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന് എന്നിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് സ്നാപകൻ എന്നെ സ്നാനപ്പെടുത്തിയാലേ ദൈവത്തിന് എന്നിലേക്ക് പരിശുദ്ധാത്മാവെന്ന ആത്മാവിനെ ഹൃദയത്തിലേക്ക് അയക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവെന്ന ആത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ അയച്ചാലേ എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കുള്ളൂ. എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചാലേ എൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിന് അഭിഷേകം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ദൈവത്താൽ ഞാൻ അഭിഷിക്തനാകണമെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കണം? എൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് സ്നാപകൻ എന്നെ സ്നാനപ്പെടുത്തുമ്പോൾ എനിക്ക് ആദ്യം ലഭിക്കുന്നത് പാപമോചനമാണ്. പാപമോചനം എനിക്ക് ലഭിച്ചു കഴിയുമ്പോൾ, പാപം ലഭിക്കുന്ന ആ നിമിഷം തന്നെ ദൈവം, ഈ ആലോചന ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. സ്നാനത്തിന്റെ ആലോചന ആരുടെയാണ്? ദൈവത്തിൻ്റെതാകിയാൽ ദൈവം എന്നിലേക്ക് എന്തോ അയക്കുന്നു? പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. ആ ക്ഷണത്തിൽ എനിക്ക് വീണ്ടും ജനനം ഉണ്ടാകും. ഇതൊക്കെ ഒരു നിമിഷം സംഭവിക്കുന്നത്. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപകൻ എന്നെ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. ഞാൻ ഉയർന്നു പൊങ്ങി വരുന്നു, അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ, സ്തോത്രം, ഞാൻ പാപരഹിതനായിട്ടാണ് വെള്ളത്തിലേക്ക് പൊങ്ങുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഈ പുതിയ സൃഷ്ടിയിലേക്കാണ് എന്തോ അയക്കുന്നത്? പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഏദേനിൽ മനുഷ്യനെ നിർമ്മിച്ചു. അത്
വിശുദ്ധിയിൽ ഭയങ്കരനാകുന്ന ദൈവം വിശുദ്ധിയോടുകൂടിയാണ് ആ സ്വരൂപത്തെ ഉണ്ടാക്കിയത്. പരിശുദ്ധിയുള്ള ആ സ്വരൂപത്തിലേക്കാണ് ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കിയത്. നോക്കണം, ദൈവം ഒരു സ്വരൂപം ഉണ്ടാക്കി. അത് ആദ്യ മനുഷ്യന്റെ സ്വരൂപം. അത് പരിശുദ്ധിയുള്ള സ്വരൂപമാണ്, വിശുദ്ധമായ സ്വരൂപമാണ്. ആ പരിശുദ്ധിയുള്ള സ്വരൂപത്തിലാണ് ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കിയത്. എന്നാൽ ഈ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരുടെ ശരീരം പാപമായി തീർന്നു. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നതാണ്, പാപം ചെയ്യുന്ന ഏത് മനുഷ്യനും ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഏദേനിൽ വെച്ച് ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ ശരീരം മലിനമായി പോയി, പാപമായി തീർന്നു. ഈ പാപം നമ്മളിൽ ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം അയക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രിയരെ, യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം അയക്കണമെങ്കിൽ ഏതെനിൽ ആദം ചെയ്തു വെച്ച പാപം ഇതിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ആ ഒഴിഞ്ഞു പോകണം എന്ത് ചെയ്യണം? അതിനാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാ ഭൂമിയിൽ വന്ന് ശരീരം ധരിച്ച് ആ ശരീരത്തിന് യേശു എന്ന് പേരിട്ടു. ആ യേശു എന്ന ശരീരത്തെ ദൈവം അഭിഷേകം ചെയ്ത് ഈ അഭിഷക്തനായ യേശുവിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപമെല്ലാം വഹിച്ച് ആ ശരീരത്തെ കൽവരി ക്രൂശിൽ തകർത്തു. അതുകൊണ്ട് അവനെ തകർത്തിടുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഇതാണ് വിഷയം. സഹോദരങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ശരീരത്തിന് പങ്കാളിത്തം വഹിക്കുകയാണ്. അതായത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് യേശുക്രിസ്തു എന്ന ശരീരമാണ്. ഈ ശരീരത്തിന് പങ്കാളിത്തം വഹിക്കുവാനാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനപ്പെടുമ്പോൾ, സ്തോത്രം, തിരുവെടുത്ത് എന്താ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പേരിലാണ് പാപമോചനവും വീണ്ടും ജനനവും. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ പേരിലാണ് പാപമോചനം. 24:47 പഠിപ്പിക്കുന്നു. 24:47 സ്തോത്രം, യേശുക്രിസ്തുവിന്റെ അവന്റെ നാമത്തിൽ, അതായത് യേശുക്രിസ്തുവിന്റെ പേരിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി. ഹല്ലേലൂയ. ആ യെരുശലേമിൽ പത്രോസ് മുഖാന്തരം സ്ഥാപിച്ച ഉപദേശത്തിൽ തുടങ്ങി. എന്തോ തോന്നി? തുടങ്ങി പാപമോചനവും മാനസാന്തരവും പാപമോചനവും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്തോ ഉണ്ടാകുന്നത്? പാപമോചനം ഉണ്ടാകുന്നത്. പാപമോചനം പ്രാപിക്കാത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ അയക്കാത്തൊരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുന്നില്ല. വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തി സ്വർഗത്തിൽ പോകത്തില്ല. സമയം കഴിഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു എന്ന പേരിനെ മഹത്വപ്പെടുത്താനാണ് ഭൂമിയിൽ മനുഷ്യനായ യേശുക്രിസ്തു വന്നത്. ദൈവം ഈ മനുഷ്യനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? യേശുക്രിസ്തു എന്ന പേരിനെ മഹത്വപ്പെടുത്താൻ. അതാണ് നമ്മൾ വായിച്ച കുറിവാക്യം. എന്താണ് കുറിവാക്യം വായിച്ചത്? പിതാവേ, നിന്റെ പേരിനെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. എപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ട്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും ഇനിയും മഹത്വപ്പെടുത്തുന്നത് എവിടെയാണ്? നമ്മൾ യേശുക്രിസ്തു സ്നാനപ്പെട്ട് വേറെപ്പെട്ട് വിശ്വം നയിക്കുമ്പോഴാണ് ആ ഇനിയും എന്നുള്ളത് പ്രവചന നിവർത്തി നമ്മളിൽ വരേണ്ടതാണ്, നമ്മളിൽ വരുന്നത്. പ്രിയരെ, എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ സഹോദരങ്ങളെ, സമയം ഒത്തിരി പോയി. എന്നോട് യേശുക്രിസ്തു ക്ഷമിക്കുക. എൻ്റെ പ്രിയരെ, നിങ്ങൾ കർത്താവിലേക്ക് തിരിയും, മാനസാന്തരപ്പെട്. ഈ ക്ലിപ്പൊക്കെ ഒന്ന് കേൾക്ക്. കർത്താവായ ദൈവം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളെ ഉപയോഗിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.